ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു VPS സെർവർ ഫ്രീ ആയിട്ട് XNSന്റെ ഭാഗത്തു നിന്നും ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിന് എങ്ങനെയാണ് ക്വാളിഫൈ ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എങ്ങനെയാണത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് VPS കണക്ട് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ബോട്ടൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VPS സെർവർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. ബോട്ടൊക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ട്രേഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ബോട്ട് വെച്ച് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രീ ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം എങ്ങനെയാണ് നമ്മൾ അതിന് എലിജിബിൾ ആവുക, വെർച്വൽ പ്രൈവറ്റ് സെർവർ അതുപോലെ VPS എന്ന് പറയുന്ന ഇതിന് നമുക്ക് എങ്ങനെയാണ് എലിജിബിൾ ആവുക, ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ഒന്നില്ലെങ്കിൽ രണ്ട് ഓപ്ഷനാണ് അവർ പറയുന്നത്. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ മൊത്തത്തിൽ ഇപ്പോൾ പല അക്കൗണ്ടിൽ ഇപ്പോൾ 2, 3 അല്ലെങ്കിൽ 5, 6 അക്കൗണ്ടൊക്കെ ഉണ്ടാവില്ല. ചിലർക്ക് പല സ്ട്രാറ്റജിയും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ 2000 USD നമുക്ക് ബാലൻസ് ഉണ്ടായിരിക്കണം. മിനിമം 2000 USD എങ്കിലും ബാലൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് 500 USD മിനിമം ബാലൻസ് ഉണ്ടായിരിക്കാം. പ്ലസ് അതിനോട് കൂടി തന്നെ ട്രേഡിംഗ് വോളിയം നമുക്ക് ഏകദേശം 15 ലക്ഷത്തിന്റെ ട്രേഡിംഗ് വോളിയം, USDയിലെ ട്രേഡിംഗ് വോളിയം നമുക്ക് വേണം. 15 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ BTCയിലൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ 15 ലോട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇത് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ BTC ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ VPS നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 0.01 2 ഒക്കെ വെച്ചിട്ട് മാസങ്ങളോളം ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് എനേബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ മൈ അക്കൗണ്ടിൽ വന്നിട്ട് ശേഷം പേഴ്സണലിൽ വന്ന ശേഷം സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നിട്ട് വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ കാണാം, അവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇനി എനിക്ക് എനേബിൾ ആയത് ഇങ്ങനെയാണ്. എനിക്ക് എനേബിൾ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അവിടെ റിക്വസ്റ്റ് VPS ഹോസ്റ്റിംഗ് ഉണ്ടാവും, കോൺഫിഗറേഷൻ VPS പ്രൊവൈഡർ 4x VPS, RAM 2GB ആയിരിക്കും, 2 കോർ ആയിരിക്കും ഉണ്ടായിരിക്കുക, CPU 60GB ഹാർഡ് ഡിസ്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെർവർ വിൻഡോസ് XNS 2019 എന്ന് പറഞ്ഞ സെർവർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് നമുക്ക് അക്കൗണ്ട് ഏത് അക്കൗണ്ടിലേക്കാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടുകൾ പല സ്ട്രാറ്റജിക്കും പല അക്കൗണ്ടായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ BTC EA Pro എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് VPS ലൊക്കേഷൻ വരുന്നത് സിംഗപ്പൂർ ആയിരിക്കും ഇതിൻ്റെ പേര്. നമ്മളിപ്പോൾ ഇനി വേറെ ഏതെങ്കിലും അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അതൊക്കെ സിംഗപ്പൂരിനാണ് വരുന്നത്. അപ്പോൾ സിംഗപ്പൂർ ആയിട്ടായിരിക്കും എനിക്ക് സെർവർ ലൊക്കേഷൻ വരിക. കാരണം നമ്മുടെ സെർവറിന് അടുത്തുള്ള ഒരു VPS ലൊക്കേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ടെർമിനൽ എത്ര ആപ്ലിക്കേഷൻ നമുക്കതിൽ വേണം എന്നുള്ളതാണ്. ഞാൻ മാക്സിമം കൊടുക്കുന്നത് MT5 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, മാക്സിമം MT5. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കുറയും. മൊത്തത്തിൽ MT4 ആണെങ്കിൽ MT5 ആണെങ്കിൽ നമുക്ക് വേണ്ടത് മാക്സിമം 5 മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഞാൻ ഇവിടെ കൊടുക്കുന്ന റിക്വസ്റ്റ് VPS ഹോസ്റ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അത് കൊടുക്കുമ്പോൾ അവിടെ നോക്കുന്നൂടെയും ഓക്കെ. അപ്പോൾ അത് റിക്വസ്റ്റ് VPS ഹോസ്റ്റിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാര്യങ്ങൾ ഒരു ഇതിൽ കറക്റ്റ് ചെയ്യാൻ കിട്ടും. MT ടെർമിനൽ കണക്റ്റഡ് ടു സെർവർ, ഇനി MT ടെർമിനൽ റീസ്റ്റാർട്ട്സ് ആൻഡ് റണ്ണിംഗ് സ്റ്റാറ്റസ് എക്സ്പെക്റ്റഡ് അഡ്വൈസർ എന്നുള്ളതൊക്കെ കൊടുത്തിട്ട് നമുക്കിവിടെ ആക്സെപ്റ്റ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അപ്പോൾ ഈ 30 ദിവസത്തെ എനിക്ക് ക്രിയേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നെക്സ്റ്റ് 30 ദിവസം, ഇപ്പോൾ 26-ാം തീയതി മുതൽ സെപ്റ്റംബർ 25 വരെ 30 ദിവസത്തിനുള്ളിൽ എൻ്റെ ട്രേഡിംഗ് വോളിയം 15 ലക്ഷം USD മന്ത്ലി ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നെക്സ്റ്റ് 30 ഡേയ്സിലേക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ആകെ 78,000 USD ആണ് ഈ ആയിട്ടുള്ളൂ. ഇന്നത്തെ ട്രേഡാണിത്. ഞാൻ മറ്റേ BTCയിലാണ് അധികം ചെയ്യുന്നത്. അപ്പോൾ BTCൻ്റെ ട്രേഡിംഗ് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ 180 ആയിട്ടില്ല, 90 ഡേയ്സ് ഗോൾ 30 ഡേയ്സ് ഗോളാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് ഫില്ല് ചെയ്ത് 15 ലാക്ക് കവർ ചെയ്യാണ്. 15 ലാക്കിൻ്റെ വോളിയാണ്, അല്ലാതെ നമ്മൾ ട്രേഡിംഗ് വോളിയാണ്. ടോട്ടൽ ബൈയും സെല്ലും കൂടി കൂട്ടിയിട്ടാണ് 15 ലാക്ക് വരിക. അതാണ് വേണ്ടത്. അപ്പോൾ അത് ആയിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റാറ്റസ് അൺനോൺ ആണ്. അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അതായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ
ലഭിക്കുന്നതാണ് VPS. അത് നമ്മൾ ലോഗിൻ ചെയ്ത് നമുക്കതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സെപ്റ്റംബർ 15 വരെയാണ് ഇത് ഈ ഒരു സെർവർ എനേബിൾ ആവുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുശേഷം നമ്മൾ 30 ഡേയ്സ് അവർ നോക്കുന്നത് ഈ ഒരു 15 ലാഖിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകൾ നോക്കുന്നുണ്ട് ഈ ഒരു VPS കണക്ട് ചെയ്യാൻ എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ XNS യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. ഇനി XNSൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ബോട്ട് അല്ലെങ്കിൽ ആൽഗോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ റെഫറിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലൈവ് അക്കൗണ്ടിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള ബോട്ടുകൾ കണക്ട് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ജസ്റ്റ് നോക്കുക, നിങ്ങൾക്ക് എനേബിൾ ആയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.